തൻ്റെ സഹോദരിമാരായ പൗളിൻ്റെയും മരിയായുടെയും മഠാധിപതിയായിരുന്ന ഗൊൺസാഗമ്മയുടെയും നിർദ്ദേശപ്രകാരം കൊച്ചുത്രേസ്യ എഴുതിയ 3 പ്രബന്ധങ്ങളും കൂടി വിഭജിച്ച് 11 അധ്യായങ്ങളാക്കി പിന്നീട് അവളുടെ ആത്മകഥയായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ കയ്യെഴുത്ത് പ്രബന്ധങ്ങൾ അറിയപ്പെടുന്നത് മാൻസ്ക്രിപ്റ്റ് ABC എന്നാണ്. ഇതുകൂടാതെ ഏതാണ്ട് 266 കത്തുകളും മനോഹരങ്ങളും അർത്ഥപൂർണമായ ആധ്യാത്മിക ചിന്തകൾ ഉൾക്കൊള്ളുന്നതുമായ 56 കവിതകളും 8 നാടകങ്ങളും പുണ്യവതി രചിച്ചിട്ടുണ്ട്. അവൾ ശയ്യാവലംബിയായിരുന്നപ്പോൾ ആ നാളുകളിൽ അവൾ പറഞ്ഞവയെല്ലാം ചില സഹോദരിമാർ കുറിച്ചുവെക്കുകയും ആ ആത്മീയ ചിന്തകൾ ഒന്നിച്ചു ചേർത്ത് അന്തിമ വചസ്സുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മലയാളത്തിൽ ആദ്യമായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ വിവർത്തനം ചെയ്യപ്പെട്ടത് 1925 ജസ്റ്റിൻ ജോസഫ് തളിയത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. അതിൽ 4 അധ്യായങ്ങളും തർജ്ജിമ ചെയ്ത് ചെറുപുഷ്പ സ്ഥാപകനായ ബഹുമാനപ്പെട്ട വെസേലിയസ് പാണാട്ടച്ചനാണ്. ഇതിൽ നിന്നും ലഭിച്ച ചൈതന്യവും വഴിയാണ് അദ്ദേഹം ചെറുപുഷ്പ സഭ എന്ന മിഷണറി സന്യാസ സമൂഹം സ്ഥാപിച്ചത്. മലയാളത്തിൽ തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ നവമാലിക എന്ന പേരിൽ ഫാദർ ഹെർമൻ OCD വിവർത്തനം ചെയ്ത് കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസ് തിരുവനന്തപുരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മിക ചിന്തയെക്കുറിച്ചും ആധ്യാത്മിക ദർശനങ്ങളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും അനേകം പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതി.